നിങ്ങൾ ഇത്രയും കാലം വളരെ ഉറപ്പോടെ വിശ്വാസത്തോടെ ഫോളോ ചെയ്തിരുന്ന ആ സെൽഫ് ഹെൽപ്പ് അഡ്വൈസ് തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വാൾപേപ്പർ ആക്കി വെച്ചിട്ടുള്ള കോട്ട്, ഡെയിലി അഫ്യൂം ചെയ്യുന്ന മന്ത്രാസ്, അഫർമേഷൻസ്, നിങ്ങൾ ഫോളോ ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റി ഹാക്സ്, ഇവയെല്ലാം നിങ്ങളെ പിന്നോട്ട് വലിക്കുകയാണെങ്കിലോ? യെസ്, ദ സെയിം വേർഡ്സ് ദാറ്റ് ഇൻസ്പയർ യു ഫോർ എ മൊമെന്റ് കുഡ് ബി സൈലന്റ്ലി സബോട്ടാഷിംഗ് യുവർ ഗ്രോത്ത്. ഇന്ന് വളരെ പോപ്പുലറായ സെൽഫ് ഹെൽപ്പ് അഡ്വൈസസിന് പിറകിലുള്ള ഹിഡൻ ട്രാപ്സ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ദാറ്റ് കുഡ് ബി റൂയിനിങ് യുവർ ലൈഫ് വിത്തൗട്ട് യു ഈവൻ റിയലൈസിങ് ഇറ്റ്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് വാങ്ങി വായിച്ചിട്ടുണ്ടെങ്കിൽ, മോട്ടിവേഷൻ വീഡിയോസ് കാണാറുണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ എൻഡ്ലെസ് ആയിട്ട് കോട്ടഡ് റീൽസ് കാണുന്നുണ്ടെങ്കിൽ, ദെൻ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. യു നോ സംതിങ്, ദ സെൽഫ് ഹെൽപ്പ് ഇൻഡസ്ട്രി ഈസ് വർത്ത് ബില്യൺസ് ഓഫ് ഡോളേഴ്സ്. ഓരോ വർഷവും മില്യൺ കണക്കിന് ആളുകളാണ് ഇൻസ്പിറേഷൻ കിട്ടാനും മോട്ടിവേഷൻ കിട്ടാനും ഗൈഡൻസിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്. ആൻഡ് ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഇറ്റ്സ് നോട്ട് ഓൾ ബാഡ്. ചില അഡ്വൈസസ് ഒബ്വിയസ്ലി വർക്ക് ചെയ്യാറുണ്ട്, ചിലത് ആളുകളുടെ ജീവിതം ട്രാൻസ്ഫോം ചെയ്യാറുണ്ട്. ബട്ട് ഹിയർ ഇസ് ദ ഡേഞ്ചറസ് ട്രൂത്ത്, നോട്ട് ഓൾ സെൽഫ് ഹെൽപ്പ് അഡ്വൈസ് ഈസ് ക്രിയേറ്റഡ് ഈക്വൽ. അതിൽ ചിലത് ആളുകളെ മിസ്ലീഡ് ചെയ്യും, ചിലതാവട്ടെ ഓവർ സിംപ്ലിഫൈഡ് ആണ്, ആൻഡ് ഈവൻ ചിലത് ശരിയായ രീതിയിലല്ല പ്രാക്ടീസ് ചെയ്യുന്നത് എങ്കിൽ ഹാംഫുൾ എഫക്ട്സ് പോലും ഉണ്ടാക്കാറുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന സെൽഫ് ഹെൽപ്പ് അഡ്വൈസസ് ഏതൊക്കെയാണ് എന്നും എന്തുകൊണ്ടാണ് സെൽഫ് ഹെൽപ്പ് അഡ്വൈസസ് കേൾക്കുമ്പോൾ വളരെ അടിപൊളിയായി തോന്നിയിട്ട് റിയൽ ലൈഫിൽ ഫെയിൽ ആവുന്നത് എന്നും ശരിക്കും നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതും എവിഡൻസ് ബേസ്ഡ് ആയിട്ട്. ഈ വീഡിയോ അവസാനം വരെ ഉറപ്പായിട്ട് നിങ്ങൾ കാണണം. ബിക്കോസ് ഐ പ്രോമിസ് യു, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇത്രയും കാലം സെൽഫ് ഹെൽപ്പ് അഡ്വൈസസ് കണ്ടതുപോലെ ആവില്ല ഇനി നിങ്ങൾ കാണാം. പിന്നെ ഗൈസ്, ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മോട്ടീവ് ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എക്സ്ക്ലൂസീവ്ലി ഫോർ സ്റ്റുഡൻസ്. അതിൽ സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവുന്ന കോണ്ടന്റ് മാത്രമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. എങ്ങനെ ബെറ്ററായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കും, അതിനെങ്ങനെ സോൾവ് ചെയ്യാം, അങ്ങനെ സ്റ്റുഡൻസിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് മോട്ടീവ് ക്യാമ്പസ് എന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുഡ് ടു ചെക്ക് ഇറ്റ് ഔട്ട് ഇഫ് യു ആർ സ്റ്റുഡൻറ്റ്. ദ മിത്ത് ഓഫ് ഫോളോ യുവർ പാഷൻ. നമ്മൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു മോട്ടിവേഷണൽ കോട്ടാണ് ഫോളോ യുവർ പാഷൻ. സൗണ്ട്സ് ഇൻസ്പയറിംഗ്, റൈറ്റ്? If you love painting, then become an artist. If you love gaming, become a streamer. Do what you love and the money will follow. But here is the problem. പാഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കുന്ന ഒരു മാജിക്കൽ കോമ്പസ് ഒന്നുമല്ല. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിസ്റ്റായ കാരോൾ ഡ്വെക്കിൻ്റെ റിസർച്ച് പ്രകാരം പാഷൻ എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യം അല്ല. ഇറ്റ് ഡെവലപ്സ് ഓവർ ടൈം ത്രൂ മാസ്റ്ററി ആൻഡ് പെർസിയവറൻസ്. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പാഷൻ കണ്ടെത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് എങ്കിൽ യു വിൽ ലൈക്ലി എൻഡ് അപ്പ് പാരലൈസ്ഡ്. നിങ്ങളെ ഇപ്പോൾ ഈ മൊമെൻറ്റിൽ എക്സൈറ്റ് ചെയ്യിക്കുന്നതിന് മാത്രം ഫോളോ ചെയ്യുകയാണെങ്കിൽ റിയലി ഹിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തളർന്നു പോയേക്കാം. ദ ഡേഞ്ചർ ഈസ് യു ഗിവ് അപ്പ് ടു സൂൺ. കാരണം നിങ്ങൾ സങ്കല്പിച്ച് വെച്ചിട്ടുള്ള ലൈഫിനോട് നിങ്ങളുടെ പാഷൻ മാച്ചായിട്ട് തോന്നുന്നുണ്ടാവില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഡോണ്ട് ഫോളോ പാഷൻ, ഡെവലപ്പ് ഇറ്റ്. സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക, റിയൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വാല്യൂസ് ഉണ്ടാക്കുക. ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ ബെറ്റർ ആവുമ്പോൾ ആ വർക്കിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ അപ്പോഴാണ് പാഷൻ വളരുക. ദ ഹസിൽ കൾച്ചർ ട്രാപ്പ്, നോ പെയിൻ നോ ഗെയിൻ. നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള അഡ്വൈസ് ആയിരിക്കും ഗ്രൈൻഡ് 24/7, സ്ലീപ്പ് വെൻ യു ആർ ഡെഡ്, ഹസിൽ ഹാർഡർ. ഇൻ്റർനെറ്റ് ബേൺ ഔട്ടിനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. ചില പോസ്റ്റുകളൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും ഫുൾ ടൈം, അതായത് 24 മണിക്കൂറും നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലേസി അല്ലെങ്കിൽ അൺഅംബീഷ്യസ് ആണ് എന്നൊക്കെ. ബട്ട് ലെറ്റ്സ് ഫേസ് ഇറ്റ്, കോൺസ്റ്റൻറ്റ് ഹസിൽ അൺസസ്റ്റൈനബിൾ ആണ്, അതായത് അത് സ്ഥിരമല്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പഠനങ്ങൾ പ്രകാരം തുടർച്ചയായിട്ട് ഓവറായിട്ട് വർക്ക് ചെയ്യുന്നത് ബേൺ ഔട്ടിനും പലതരത്തിലുള്ള ഹൃദ്രോഗങ്ങൾക്കും കാരണമായേക്കും. ഈവൻ പ്രൊഡക്ടിവിറ്റി കുറയുക കൂടി ചെയ്യും. ദ അയണി, വർക്കിംഗ് ലോങ്ങർ ഡസൻറ്റ് മീൻ വർക്കിംഗ് സ്മാർട്ടർ. നിങ്ങൾ ചിലപ്പോൾ 12 മണിക്കൂറൊക്കെ ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അതിലെത്ര സമയം നിങ്ങൾ ശരിക്കും ഫോക്കസ്ഡ് ആയിരുന്നു, എത്ര സമയം ക്രിയേറ്റീവ് ആയിരുന്നു, എത്ര സമയം നിങ്ങൾ ഹൈ ക്വാളിറ്റി വർക്ക് ചെയ്തു? The danger, you sacrifice your health, relationships and long-term creativity for short-term validation. പകരം ഈ ഹസിൽ കൾച്ചർ മാറ്റി വെച്ചിട്ട് സസ്റ്റൈനബിൾ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 80-20 റൂൾ, ഡീപ്പ് വർക്ക് തുടങ്ങിയ ടെക്നിക്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ട്രൂ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര മണിക്കൂർ ഗ്രൈൻഡ് ചെയ്തു എന്നല്ല, നിങ്ങൾ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നതാണ്. തിങ്ക് പോസിറ്റീവ് ആൻഡ് എവറിത്തിങ് വിൽ വർക്ക് ഔട്ട്. Positive thinking is marketed as the magic pill. Visualize your dream, repeat affirmations and the universe will conspire to make it happen. സത്യമാണ് അല്ലേ? ബട്ട് ഹൗ ദിസ് ഹാപ്പൻസ്? ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒപ്റ്റിമിസം ആണ്, ശുഭാപ്തി വിശ്വാസം.
അത് നമ്മളുടെ മോട്ടിവേഷനും റെസിലിയൻസിനും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ബ്ലൈൻഡ് പോസിറ്റിവിറ്റി വളരെയധികം ടോക്സിക് ആണ്. റിയൽ സ്ട്രഗിൾസ് സപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുകയോ, അതായത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമ്മുടെ ലിമിറ്റിൻ്റെ അപ്പുറത്ത് എത്തിയിട്ടും ഇതൊക്കെ സാധാരണമാണ്, ജസ്റ്റ് സ്റ്റേ പോസിറ്റീവ് എന്നൊക്കെ ചിന്തിക്കില്ലേ, അതിന് സൈക്കോളജിസ്റ്റ് പറയുന്നത് ടോക്സിക് പോസിറ്റിവിറ്റി എന്നാണ്. കാരണം നമ്മുടെ റിയൽ ഇമോഷൻസിനെ എല്ലാം ഇൻവാലിഡേറ്റ് ചെയ്യും, ശരിക്കുള്ള പ്രോബ്ലം സോൾവിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യും. ആൻഡ് നമ്മൾ വിചാരിക്കുന്ന തരത്തിലേക്ക് ജീവിതം എത്താതിരിക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കുകയും ഒക്കെയാണ് ഈ ടോക്സിക് പോസിറ്റിവിറ്റി ചെയ്യുക. അവസാനം ആഗ്രഹിച്ച ലെവലിലേക്ക് ജീവിതം എത്താതിരിക്കുമ്പോൾ നമ്മൾ സ്വയം വേണ്ടത്ര പോസിറ്റീവായിട്ട് ഞാൻ ചിന്തിച്ചില്ല എന്നൊക്കെ നമുക്ക് തോന്നാൻ തുടങ്ങും. ഇതൊക്കെ ഓവർകം ചെയ്യാൻ റിയലിസ്റ്റിക് ആയ ഒപ്റ്റിമിസം പ്രാക്ടീസ് ചെയ്യുക, ചലഞ്ചസ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക, സെറ്റ് ബാക്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ മാജിക്കൽ തിങ്കിങ് ഒക്കെ വിട്ടിട്ട് ആക്ഷനബിൾ സ്റ്റെപ്സ് എടുക്കുക. ഐ വിൽ സക്സീഡ് എന്ന് പറയുന്നതിന് പകരം ഐ വിൽ സക്സീഡ് ബിക്കോസ് ഐ വിൽ വർക്ക്, അഡാപ്റ്റ് ആൻഡ് ലേൺ ഫ്രം ഫെയിലിയർ എന്ന് പറയാം. കട്ട് ഓഫ് ടോക്സിക് പീപ്പിൾ. യെസ്, വളരെ ട്രിക്കി ആയ ഒരു സ്റ്റെപ്പാണിത്. ബൗണ്ടറീസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ചില റിലേഷൻഷിപ്സ് സത്യമായിട്ട് നമുക്ക് ഹാംഫുൾ ആണ്. ബട്ട് ദ പോപ്പുലർ സെൽഫ് ഹെൽപ്പ് അഡ്വൈസ് ഓഫ് ജസ്റ്റ് കട്ട് ഓഫ് ടോക്സിക് പീപ്പിൾ ഹാസ് ഗോൺ ടു ഫാർ. ആരെങ്കിലും ഒരാൾ നമ്മളെ അംഗീകരിക്കാതിരുന്നാൽ, അനോയ് ചെയ്താൽ, ഈവൻ ചലഞ്ച് ചെയ്താൽ കൂടി അവരെ ഭയങ്കര ടോക്സിക് ആയിട്ട് നമ്മൾ ലേബൽ ചെയ്യുന്ന കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ ആളുകൾ എപ്പോഴും ടോക്സിക് ഒന്നും അല്ല. സംടൈംസ് ദേ ആർ ജസ്റ്റ് ഹ്യൂമൻ, ഇംപെർഫെക്റ്റ് ഓർ റിഫ്ലക്റ്റിംഗ് പാർട്സ് ഓഫ് us we don't want to face. ഇതിലെ ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വയം ഐസൊലേറ്റ് ചെയ്യാൻ തുടങ്ങും, ഗ്രോത്തിനുള്ള അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തും, കമ്മ്യൂണിക്കേഷൻ കൊണ്ട് റിപ്പയർ ചെയ്യാൻ സാധിക്കുമായിരുന്ന പല റിലേഷൻസും നമ്മൾ മുറിച്ച് കളയും. ശരിക്കും റിലേഷൻഷിപ്സ് കട്ട് ചെയ്യുന്നതിന് പകരം ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓപ്പോസിറ്റുള്ള വ്യക്തി ശരിക്കും എനിക്ക് ഹാംഫുൾ ആണോ അതോ എൻ്റെ ഗ്രോത്ത് ഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നെ ചലഞ്ച് ചെയ്യുകയാണോ എന്നൊന്ന് വിലയിരുത്തിയ ശേഷം മാത്രം ബൗണ്ടറി സെറ്റ് ചെയ്യാം. സോ വാട്ട്സ് ദ റിയൽ ലെസൺ ഹിയർ? സെൽഫ് ഹെൽപ്പ് ഈസ് ഇൻ ദ എനിമി. പക്ഷേ നമ്മൾ ഇവ മിസ് അപ്ലൈ ചെയ്യുമ്പോൾ, ഓവർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കണ്ണടച്ച് ഫോളോ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ മേ ബി കാരണമായേക്കാം. ദ പ്രോബ്ലം ഈസ് നോട്ട് ഇൻസ്പിറേഷൻ. ദ പ്രോബ്ലം ഈസ് വെൻ ഇൻസ്പിറേഷൻ റീപ്ലേസസ് എക്സിക്യൂഷൻ ഓർ വെൻ മന്ത്രാസ് റീപ്ലേസ് റിയൽ തിങ്കിങ്. സോ ഹിയർ ഈസ് വാട്ട് ഐ വാണ്ട് യു ടു റിമെമ്പർ. Don't follow passion, build it. Don't glorify hustle, work sustainably. Don't drown in positivity, embrace reality. Don't cut everyone off, learn boundaries. Self-help should be a tool, not a trap. Use it to empower action, not replace it. ഈ വീഡിയോ സെൽഫ് ഹെൽപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഹിറ്റ് ദാറ്റ് ലൈക്ക് ബട്ടൺ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ആൻഡ് ഈ വീഡിയോ ആവശ്യമാണ് എന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഒരു കാര്യം കൂടി, നിങ്ങൾ ആദ്യം വിശ്വസിച്ചിരുന്ന എന്നാൽ ഇപ്പോൾ വിശ്വസിക്കാത്ത ഒരു സെൽഫ് ഹെൽപ്പ് അഡ്വൈസ് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് അവരുടെ വീഡിയോകളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.